ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ഫൺസി. ഇറ്റ്സ് മീ ജൂലിയ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു ഡീപിൻ പ്രോജക്റ്റ് എയർ ഡ്രോപ്പ് ടെസ്റ്റ് നെറ്റുമായിട്ടാണ്. ഡീപിൻ പ്രോജക്റ്റ് എന്ന് പറയുന്നതിലുപരി എല്ലാവർക്കും യൂസ്ഫുൾ ആയ ഒരു ടെസ്റ്റ് നെറ്റ് എന്ന് പറയുന്നത് തന്നെ ആയിരിക്കും ശരി. ഭൂരിഭാഗം ഡീപിൻ പ്രോജക്റ്റുകളെ പോലെ തന്നെ ഇൻ്റർനെറ്റ് ഷെയർ ചെയ്തുകൊണ്ട് പോയിൻറ്റ്സ് ഏൺ ചെയ്യുന്ന ഒരു പോയിൻറ്റ് സിസ്റ്റം തന്നെയാണ് ഇവിടെ ഉള്ളത്. പക്ഷേ അവിടെയൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു എക്സ്റ്റൻഷൻ ഓൺ ആക്കി ഇട്ടിട്ട് പോയിൻറ്റ്സ് നേടുകയാണ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ VPN യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് പോയിൻറ്റ്സ് ലഭിക്കുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ പലരും VPN പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്നാൽ അവിടെ എല്ലാം നമുക്ക് ചില സെർവേഴ്സ് മാത്രമേ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ ഒട്ടുമിക്ക സെർവേഴ്സും നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ബിക്കോസ് ഇത് ടെസ്റ്റ് നെറ്റ് ഫേസിലായതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. വൺസ് ഇത് മെയിൻ നെറ്റിലേക്ക് ആകുമ്പോൾ അത് അവരുടെ ആക്റ്റീവ് ഗവേണൻസ് ടോക്കണൊക്കെ ഇറക്കുകയും അതിലൂടെ അവർ പ്രീമിയം സബ്സ്ക്രിപ്ഷനൊക്കെ വെക്കുമായിരിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ നിലവിൽ അത് ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് VPN യൂസ് ചെയ്തുകൊണ്ട് പോയിൻറ്റ്സ് നേടാമെന്നുള്ളതൊക്കെ നോക്കാം. അപ്പോൾ ഒട്ടും താമസിക്കാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കിവിടെ VPN ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾ കയറുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇൻ്റർഫേസിലേക്കായിരിക്കും വരിക. ഇവിടെ നിങ്ങൾക്ക് 3 ഓപ്ഷനാണുള്ളത്: ക്രോം എക്സ്റ്റൻഷൻ, ആപ്പ് സ്റ്റോർ, അതേപോലെ തന്നെ ഗൂഗിൾ പ്ലേ. നമ്മൾ ക്രോം എക്സ്റ്റൻഷൻ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ക്രോം എക്സ്റ്റൻഷൻ കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് iOS ഫോൺസ് ആണുള്ളതെങ്കിൽ നിങ്ങൾ ആപ്പ് സ്റ്റോർ കൊടുക്കുക. then അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി. അതല്ല നിങ്ങളുടെ കയ്യിൽ ആൻഡ്രോയിഡ് ഫോണാണുള്ളതെങ്കിൽ നിങ്ങൾ ഗൂഗിൾ പ്ലേ കൊടുക്കുക. ദെൻ ഗൂഗിൾ പ്ലേ കയറി ഡൗൺലോഡ് ചെയ്തിരുന്നാലും മതി. ഓക്കെ, അപ്പോൾ ക്രോം എക്സ്റ്റൻഷൻ കൊടുക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, നമ്മൾ ഈ ഒരു പിങ് നെറ്റ്വർക്കിൻ്റെ എക്സ്റ്റൻഷൻ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പിന്നീട് ലാപ്പ് ഓഫ് ചെയ്തിട്ട് പിന്നീട് ഓൺ ചെയ്യുന്ന ഒരു സമയത്ത് ഡയറക്റ്റായിട്ട് തന്നെ ഈ ഒരു എക്സ്റ്റൻഷൻ VPN സെർവറുമായിട്ട് കണക്റ്റ് ആവുന്നതായിരിക്കും. അങ്ങനെ കണക്റ്റ് ആകുമ്പോഴത്തേക്കും ഡീപിൻ പ്രൊജക്റ്റുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, ഇതെല്ലാം തന്നെ ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആവും. സോ നിങ്ങൾക്ക് ബാക്കിയുള്ള എക്സ്റ്റൻഷൻസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറും. സോ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, വേറെ ക്രോം പ്രൊഫൈൽ എടുത്തിട്ട് അതിലൂടെ മാത്രം പിങ് നെറ്റ്വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ നോർമലി എല്ലാ എക്സ്റ്റൻഷൻസും ഉപയോഗിക്കുന്ന നോർമൽ ക്രോം പ്രൊഫൈൽ യൂസ് ചെയ്യാതിരിക്കുക. അതല്ലെങ്കിൽ ഇതിന് നല്ല സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ലാപ്പുള്ള എല്ലാവർക്കും മൊബൈൽ ഫോണും കാണും. സോ നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം അവിടെ വരുന്നതല്ല. എനിവേ, ഞാനിവിടെ എക്സ്റ്റൻഷൻ യൂസ് ചെയ്ത് തന്നെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ എക്സ്റ്റൻഷൻ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിലും മൊബൈൽ ഫോണിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ചെയ്യുകയാണെങ്കിലും ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സെയിം ഇൻ്റർഫേസ് ഒക്കെ തന്നെയായിരിക്കും. സോ അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ക്രോം എക്സ്റ്റൻഷനാണ് കൊടുക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ നേരെ ക്രോം വെബ് സ്റ്റോറിലേക്ക് പോകുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ ആഡ് ടു ക്രോം എന്നുള്ള ഓപ്ഷൻ കൊടുത്തുകൊണ്ട് എക്സ്റ്റൻഷൻ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ എക്സ്റ്റൻഷൻ ഇവിടെ ആഡ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് എക്സ്റ്റൻഷൻ ഓപ്പൺ ചെയ്യാം. ദെൻ ഇവിടെ കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ കൊടുക്കുക. അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് എഗ്രി ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കഴിയുമ്പോഴത്തേക്കും ദെൻ നിങ്ങളിവിടെ താഴെ സെറ്റിംഗ്സ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെറ്റിംഗ്സ് എടുക്കുമ്പോഴത്തേക്ക് അവിടെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ കാണിക്കും. സോ നിങ്ങൾ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യാനായിട്ട് എടുക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ മെയിൽ ID, അതേപോലെ തന്നെ മെയിൽ ID കൊടുക്കുമ്പോഴത്തേക്കും അതിലേക്ക് നിങ്ങൾക്കൊരു വെരിഫിക്കേഷൻ കോഡ് വരുന്നതായിരിക്കും. ഈ ഒരു വെരിഫിക്കേഷൻ കോഡൂടെ നിങ്ങൾ കൊടുക്കുക. ദെൻ ഇത്രയും കൊടുത്തതിന് ശേഷം ഒരു റെഫറൽ കോഡൂടെ അവർ ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ റെഫറൽ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ യൂസ് ചെയ്യുക. റെഫറൽ കോഡ് യൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് 10 പോയിൻറ്റ്സ് എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ റെഫറൽ കോഡൂടെ കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. ദെൻ ഇവിടെ നിങ്ങൾക്ക് ബോണസ് പോയിൻറ്റ്സ് ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. ഈ ഒരു റെഫറൽ കോഡ് കൊടുത്തത് കൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് ചോദിക്കുന്നത്. റെഫറൽ കോഡ് കൊടുക്കാത്തവർക്ക് ഇത് ചോദിക്കില്ല. സോ നിങ്ങൾ റെഫറൽ കോഡ് കൊടുക്കുക. ദെൻ ഇവിടെ ബോണസ് പോയിൻറ്റ്സ് ക്ലെയിം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സീസൺ 1 ആണ് കറൻ്റ്ലി റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ സീസൺ 1ൽ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം സീസൺ 1ൽ 1 ബില്യൺ പോയിൻറ്റ്സ് എല്ലാവർക്കും കൂടെ 1 ബില്യൺ കോയിൻസ് ആയി കഴിയുമ്പോഴത്തേക്കും അവർ സ്റ്റോപ്പ് ചെയ്തിട്ട് സീസൺ 2 സ്റ്റാർട്ട് ആക്കുന്നതായിരിക്കും. സോ ഇപ്പോൾ തന്നെ ഓൾറെഡി 25 മില്യണോളം ആയിട്ടുണ്ട്. സോ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക, മാക്സിമം പോയിൻറ്റ്സ് നേടാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ നേരെ ഹോം പേജിലേക്ക് തന്നെ തിരിച്ചു വരിക. ഹോം പേജിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ
ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് VPN എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ VPN എടുക്കുക. VPN എടുക്കുമ്പോഴത്തേക്ക് താഴെ ഫാസ്റ്റസ്റ്റ് ലൊക്കേഷൻ എന്നിട്ടൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ഫാസ്റ്റസ്റ്റ് ലൊക്കേഷൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് സെർവേഴ്സ് കാണാനായിട്ട് സാധിക്കും. ഇതിൽ ഏത് സെർവർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സെർവർ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഫാസ്റ്റസ്റ്റ് ലൊക്കേഷൻ തന്നെയാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ഇവിടെ ഞാൻ ഫാസ്റ്റസ്റ്റ് ലൊക്കേഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ടാപ്പ് ടു കണക്ട് എന്നുള്ളതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ VPN നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് കണക്ട് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഏൺ ചെയ്യാനായിട്ട് തുടങ്ങുന്നതായിരിക്കും. ഓരോ 10 മിനിറ്റിലും ഒരു പോയിന്റ് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ഏൺ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഏൺ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എത്രത്തോളം നിങ്ങൾ ഏൺ ചെയ്യുന്നു എന്നുള്ള നിങ്ങളുടെ പോയിന്റ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ റൺ ടൈം കൂട്ടുക. നിങ്ങൾ മാക്സിമം എക്സ്റ്റൻഷൻ ഓൺ ചെയ്ത് തന്നെ ഇടുക. അപ്പോൾ 100 മിനിറ്റ് നിങ്ങൾ ഓൺ ചെയ്തിട്ടാലായിരിക്കും 10 പോയിന്റ് നിങ്ങൾക്ക് കിട്ടുക. സോ അത്രയും കുറച്ച് മാത്രം കിട്ടുന്നതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങളിത് ഓൺ ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അതേപോലെ തന്നെ ഏൺ എന്ന് പറഞ്ഞ സെക്ഷൻ എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ റെഫറിലൂടെയും പോയിന്റ്സ് ഏൺ ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ ബൂസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ബൂസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ കമ്മിങ് സൂൺ എന്നായിരിക്കും കാണിക്കുക. അതായത് അപ്പോൾ ഭാവിയിൽ അവരുടെ NFT നമ്മൾ ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ബോണസ് പോയിന്റ്സ് നിങ്ങൾക്ക് നേടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പോയിന്റ്സ് ബൂസ്റ്റ് ആവും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ബൂസ്റ്റ് എന്നുള്ളൊരു സെക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു NFT നിങ്ങൾ ഇവിടെ വാങ്ങി വെക്കുക. ബിക്കോസ് ഇപ്പോൾ അതിന് $4 താഴെ ഉള്ളൂ അതിൻ്റെ വില എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ നമ്മുടെ ഫൺസിയുടെ ടെലിഗ്രാം ചാനലിലേക്ക് പോവുക. ദെൻ പിങ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും മിൻറ്റ് ഡീപ്പിൻ ബാഡ്ജ് ഫോർ ബൂസ്റ്റ് എന്നുള്ള ഒരു പോസ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു പോസ്റ്റിൽ NFT മിൻറ്റ് ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആ ലിങ്ക് വഴി നിങ്ങൾ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് NFT അവിടെ കാണാവുന്നതാണ്. ദെൻ അത് നിങ്ങൾക്ക് ബൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പലതരത്തിലുള്ള ബാഡ്ജ് കാണാവുന്നതാണ്. ബ്രോൺസ്, സിൽവർ, അതുപോലെ തന്നെ ഗോൾഡ്. അപ്പോൾ ഓരോന്നിനും ഓരോ ബൂസ്റ്റ് പവർ ആയിരിക്കും. ബ്രോൺസിന് 1.2 ആയിരിക്കും ബൂസ്റ്റ് പവർ വരുന്നത്. സിൽവറിന് 1.5ഉം ഗോൾഡിന് 2ഉം ആയിരിക്കും വരിക. അപ്പോൾ നമ്മൾ നേടുന്ന ബാഡ്ജിനനുസരിച്ചിട്ടിരിക്കും നമുക്ക് കിട്ടും ബൂസ്റ്റ് പവർ എന്ന് പറയുന്നത്. ബൂസ്റ്റ് പവറിൽ വ്യത്യാസം വരുന്നത് പോലെ തന്നെ പ്രൈസിനും വ്യത്യാസമുണ്ട് ആ ഒരു ബാഡ്ജ് നമുക്ക് ബൈ ചെയ്യുന്നതിന്. സോ നമ്മൾ $4 താഴെയാണെന്ന് പറഞ്ഞത് ബ്രോൺസിൻ്റെ ആണ്. സിൽവർ ആകുമ്പോഴത്തേക്കും അതിലും എമൗണ്ട് കൂടും. അതേപോലെ തന്നെ ഗോൾഡ് ആകുമ്പോഴത്തേക്കും അതുപോലെ തന്നെ പ്രൈസ് വ്യത്യാസം വരും. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബാഡ്ജ് വെച്ചാൽ ബൈ ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെ ബ്രോൺസിൻ്റെ തന്നെ ഒരു ബാഡ്ജാണ് ബൈ ചെയ്യുന്നത്. ദെൻ ഇത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഡയറക്റ്റ് ഡിസ്കൗണ്ടിൻ്റെ സെർവറിലേക്ക് പോവുക. അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾ നേരെ അവരുടെ ഡിസ്കൗണ്ട് സെർവറിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. സോ ഡിസ്കൗണ്ട് സെർവർ ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് വെരിഫിക്കേഷൻ ചോദിക്കും. അപ്പോൾ വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളതൊന്ന് വെരിഫൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് NFT വെരിഫൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. NFT വെരിഫൈ കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബേസ് NFT ബോട്ടിന്റെ സൈറ്റ് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സൈറ്റിലേക്ക് നിങ്ങൾ കയറുമ്പോഴത്തേക്കും നിങ്ങൾ ഡിസ്കോഡ് യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ലോഗിൻ ചെയ്യാനായിട്ട്. ലോഗിൻ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഇങ്ങനെ ഇന്റർഫേസിലേക്കായിരിക്കും വരിക. അപ്പോൾ ഇവിടെ നിങ്ങൾ സെലക്ട് വാലറ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ NFT ബൈ ചെയ്യാനായിട്ട് കണക്ട് ചെയ്തത് ഏത് വാലറ്റ് ആണോ അതേ വാലറ്റിനെ നിങ്ങളിവിടെ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വാലറ്റ് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് നേരെ ഡിസ്കൗണ്ടിലേക്ക് പോരുക. ദെൻ ഇവിടെ നിങ്ങൾക്ക് വെരിഫൈ എന്നുള്ള ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. വെരിഫൈ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ NFT വെരിഫൈ ആയി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു NFT നമ്മളിവിടെ വെരിഫൈ ചെയ്ത് വെക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നാളെ അവരുടെ ബൂസ്റ്റ് ഓൺ ആവുകയാണെങ്കിൽ ഈ ഒരു NFT നമ്മൾ ബൈ ചെയ്തതിലൂടെ നിങ്ങൾക്ക് പോയിന്റ്സ് ബൂസ്റ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം പോയിന്റ്സ് നേടാനായിട്ട് ശ്രമിക്കുക. മാക്സിമം എക്സ്റ്റൻഷൻ ഓൺ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. കൂടുതൽ ടൈം ഇതിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ വരെ ബൈ ഗായ്സ്.